ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് ട്രസ്സിന്റെ അനാലിസിസ് ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ട്രസ്സിന്റെ ഒരു പ്രോബ്ലം ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ ലിങ്ക് അയച്ചു തരാം. സെയിം ടൈപ്പ് ഓഫ് പ്രോബ്ലം. ഇപ്പോൾ നമ്മൾ അനാലിസിസ് ഓഫ് സ്ട്രക്ചേഴ്സ് യൂസിങ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ആണ് കണ്ടത് അല്ലേ? ഇതിൽ ശരിക്കും ഞാൻ പറഞ്ഞ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ 2 മെത്തേഡ് ഉണ്ടെന്ന്. അതിൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് മെത്തേഡാണ് നമ്മളിപ്പോൾ ഇത്ര നേരം പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സെക്കൻഡ് മെത്തേഡ്. കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് മെത്തേഡിനേലും കുറച്ചും കൂടെ ടൈം കുറച്ച് മതി ചെയ്യാനായിട്ട്. സെക്കൻഡ് മെത്തേഡിൽ നിങ്ങൾ ആ കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ എളുപ്പമാണ് കമ്പാരിറ്റീവ്ലി. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സെക്കൻഡ് മെത്തേഡ്. അപ്പം ഡയറക്ട്ലി ഞാനൊരു പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു ബീം, അതിന്റെ അനാലിസിസ് ആണ്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഡയറക്ട്ലി ഞാനൊരു പ്രോബ്ലത്തിൽ സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡാണ്, ശ്രദ്ധിച്ചിരിക്കുക. തന്നിട്ടുള്ളത് ഒരു കണ്ടിന്യൂസ് ബീമാണ്. ഒരു എൻഡിൽ ഫിക്സഡ് സപ്പോർട്ട്, ദെൻ 2 സ്പാൻ ഉണ്ട്. ഫസ്റ്റ് സ്പാനിന്റെ മിഡിലായിട്ട് ഒരു പോയിന്റ് ലോഡ് 240 കിലോ ന്യൂട്ടൺ. ദെൻ സെക്കൻഡ് സ്പാനിന്റെ മിഡിലായിട്ട് 120 കിലോ ന്യൂട്ടൺ. ആൻഡ് ഇതിന്റെ സ്പാൻ 10 മീറ്റർ. അപ്പോൾ 5 each. A, B ആൻഡ് C. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് യൂസ് ചെയ്ത് തന്നെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ചെയ്ത മെത്തേഡിനേലും ഇതിൽ ഡിഫറൻസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ എന്താ എലമെന്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്, ഓരോ എലമെന്റിനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് എലമെന്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എഴുതി. പിന്നെ നമ്മൾ ബീറ്റ മെട്രിക്സ് കണ്ടുപിടിച്ചു, അതിന് ഗ്ലോബൽ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അങ്ങനെ നമുക്ക് 3 സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഒരു ഗ്ലോബൽ, അതായത് മൊത്തത്തിലുള്ള ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് കിട്ടിയിട്ടുള്ളത്. ബട്ട് ഈ കേസിൽ, അതായത് സെക്കൻഡ് മെത്തേഡിൽ നമ്മൾ ഡയറക്ട്ലി ആ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഡയറക്ട്ലി ഏതാണോ നമ്മുടെ റിഡൻഡന്റ് ഫോഴ്സ് അത് അപ്ലൈ ചെയ്തിട്ട് ഡയറക്റ്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ആണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. ഒറ്റ സ്റ്റെപ്പിൽ കാര്യം കിട്ടും. ബട്ട് അത് നമ്മൾ കോൺജുഗേറ്റ് ബീം മെത്തേഡ് യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് റിഡൻഡന്റ് ഫോഴ്സ് എന്ന് പറയണം. അതിന് വേണ്ടി എന്ത് കണ്ടുപിടിക്കണം? സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കണം. ds ഈക്വൽ ടു r-3. വോയിസ് ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ അല്ലേ? എല്ലാവർക്കും ബ്രേക്ക് ആവുന്നുണ്ടോ ഇടയ്ക്ക് എപ്പോഴെങ്കിലും? ഇല്ല മിസ്. ഓക്കെ, ഉണ്ടെങ്കിൽ അപ്പൊ പറയണേ. ഓക്കെ, r-3. അപ്പോൾ ഇതിനകത്ത് r എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സപ്പോർട്ട് റിയാക്ഷൻ. ഫിക്സഡ് എൻഡിൽ 2 എണ്ണം, ഇത് 2 റോളർ സപ്പോർട്ടാണ് 1 1. അപ്പൊ മൊത്തം 5 എണ്ണം അല്ലേ? അപ്പൊ 5 - 3 ഈക്വൽ ടു 2. ഞാൻ പറഞ്ഞു എത്രയാണ് നമുക്ക് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കിട്ടുന്നത്. ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും. ഓർഡർ ഓഫ്, നിങ്ങൾ മുന്നത്തേക്ക് പ്രോബ്ലം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ ഫൈനൽ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഗ്ലോബൽ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് കിട്ടിയിരിക്കുന്നത്. ആ മെട്രിക്സിന്റെ ഓർഡർ ഏതാന്ന് വെച്ചാൽ അത് ds ന് ഈക്വൽ ആയിരിക്കും. ബീറ്റ മെട്രിക്സിന്റെ ഓർഡർ, ബീറ്റ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളം എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റാറ്റിക് ഡിറ്റർമിനൻസി +1 ആയിരിക്കും. ഓർഡർ ഓഫ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഏതാണോ ds അത് തന്നെയായിരിക്കും ഓർഡർ ഓഫ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്. മുന്നത്തെ പ്രോബ്ലത്തിൽ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നോക്കുക, അത് എലമെന്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് സ്റ്റെപ്പ് 1ലെ മെട്രിക്സ് നോക്കരുത്. നമ്മൾ ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്ലോബൽ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് കിട്ടില്ലേ, അപ്പോൾ ആ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസിക്ക് സെയിം ആയിരിക്കും. ഓർഡർ ഓഫ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഈക്വൽ ടു 2/2, ഒരു 2/2 മെട്രിക്സ് ആയിരിക്കും. ഇനിയിപ്പം ds 2 എന്ന് കിട്ടി, അതായത് എത്ര റിഡൻഡന്റ് ഫോഴ്സ് ഉണ്ട്? 2 റിഡൻഡന്റ് ഫോഴ്സ് ഉണ്ട്. അപ്പൊ ഇവിടെ ആകെ നോക്കുക, ഒരു ഫിക്സഡ് എൻഡ് ഉണ്ട്, 2 റോളർ സപ്പോർട്ട് ഉണ്ട്. ഫിക്സ്ഡ് എൻഡിൽ എന്തുണ്ടാവും? ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടാവും, വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവും, മൊമെന്റ് ഉണ്ടാവും. ദെൻ റോളർ സപ്പോർട്ടിൽ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവും, ഇവിടെ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവും. അപ്പൊ ഈ 5 എണ്ണം മൊത്തത്തിലുണ്ട്. ഈ 5 എണ്ണത്തിൽ
ഏത് വേണമെങ്കിലും ആകാം ഈ രണ്ടെണ്ണം. അപ്പൊ നമുക്ക് പലതിനെ സെലക്ട് ചെയ്യാം. നമ്മൾ നേരത്തെ ഒക്കെ ഞാൻ എളുപ്പത്തിന് ഇതിനെ കാന്റിലിവർ ആക്കാൻ വേണ്ടിയിട്ട് ഡയറക്ട്ലി ഈ ഈ വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് ബിയും വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് സിനെ റിഡൻഡന്റ് ഫോഴ്സ് ആയിട്ട് സെലക്ട് ചെയ്യും. അപ്പൊ പിന്നെ ഇത് രണ്ടും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തായി, ഈ മെമ്പർ ഒരു കാന്റിലിവർ ബീമായി. ബട്ട് ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പല കോമ്പിനേഷനിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് രണ്ട് തരത്തിലും പഠിക്കാനുണ്ട്. അതായത് ഇപ്പൊ ഞാൻ പറയാം, ഇതിനകത്ത് ഞങ്ങൾക്ക് ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് കോമ്പിനേഷൻ ഇവിടുത്തെ വെർട്ടിക്കൽ ഫോഴ്സ് വി ബി ആൻഡ് വി സി എടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വി ബിയും വി സിയും റിഡൻഡന്റ് ഫോഴ്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ സ്ട്രക്ചർ എന്തായി, ഒരു കാന്റിലിവർ ബീമായി. അപ്പം ഇതുപോലെ വരും ആ മെമ്പർ എന്ന് പറയുന്നത് അല്ലെ. ഈ രണ്ടാമത്തെ കേസിൽ എനിക്ക് എന്താ സെലക്ട് ചെയ്യാം, വേണമെങ്കിൽ എനിക്ക് അതായത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം, ഈ റിഡൻഡന്റ് ഫോഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ആ ബീമിനെ വരച്ച് കഴിയുമ്പോൾ ആ ബീം എന്തായിരിക്കണം, ബീം അല്ലെങ്കിൽ സ്ട്രക്ചർ എന്തായിരിക്കണം, സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആയിരിക്കണം അല്ലെ. രണ്ട് റിഡൻഡന്റ് ഫോഴ്സിനെ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ആകെ രണ്ടെണ്ണം റിഡൻഡന്റ് ഫോഴ്സ് നമ്മൾ അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എന്തായിരിക്കണം, ഡിറ്റർമിനേറ്റ് ആയിരിക്കണം. നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് സെലക്ട് ചെയ്ത റിഡൻഡന്റ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വരയ്ക്കുന്ന സ്ട്രക്ചർ നോക്കുമ്പോൾ അത് ഡിറ്റർമിനേറ്റ് ആവുന്നുണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്യാം. ഇനി രണ്ടാമത് എനിക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഈ ഒരു മൊമെന്റിനെയും ഈ ഒരു വെർട്ടിക്കൽ ഫോഴ്സിനെ ഞാൻ സെലക്ട് ചെയ്യണം. അതായത് ഈ ഒരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ മൊമെന്റ് അറ്റ് ഫിക്സ്ഡ് എൻഡിലെ മൊമെന്റും നടുക്കത്തെ ഈ ഒരു സപ്പോർട്ടിലെ വെർട്ടിക്കൽ റിയാക്ഷനും ആൻഡ് വി ബി, എം എയും വി ബിയും ഞാൻ റിമൂവ് ചെയ്യാണ്. ഇവിടെ നിന്ന് ഇതൊരു ഫിക്സഡ് സപ്പോർട്ടാണ് അല്ലെ. ഫിക്സഡ് സപ്പോർട്ടിലെ മൊമെന്റ് ഞാൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തുണ്ട്, ഒരു ഹൊറിസോണ്ടൽ റിയാക്ഷനും വെർട്ടിക്കൽ റിയാക്ഷനും. അതപ്പോ ഏത് തരം സപ്പോർട്ടായി, ഒരു ഫിക്സഡ് സപ്പോർട്ടിലെ മൊമെന്റിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പിന്നെ രണ്ട് റിയാക്ഷനേ ഉള്ളൂ, വെർട്ടിക്കൽ റിയാക്ഷനും ഹൊറിസോണ്ടൽ റിയാക്ഷനും. അതൊരു ഹിഞ്ചായി അല്ലെ. ഹിഞ്ച് എന്ന് പറയുന്നത് എന്താ, ഹിഞ്ചിൽ എപ്പോഴും വെർട്ടിക്കൽ റിയാക്ഷനും ഹൊറിസോണ്ടൽ റിയാക്ഷനും. വി ബി ഞാൻ റിമൂവ് ചെയ്തു, വെർട്ടിക്കൽ റിയാക്ഷൻ ആയിട്ട് ബി റിമൂവ് ചെയ്തു. അപ്പൊ അവിടെ സപ്പോർട്ട് ഒന്നുമില്ല. ദെൻ ഇവിടെ എന്താ, ഒരു റോളർ സപ്പോർട്ട് ഉണ്ട്. ഇപ്പൊ നോക്കുക, ഇതെന്തായി, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമായി അല്ലെ. ഇതും ഒരു സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറായി. ഇനി നമുക്ക് വേറൊരു കോമ്പിനേഷനിൽ എടുക്കാം. അതായത് അപ്പം ഈ ഒരു സപ്പോർട്ട് കണ്ടീഷൻ നിങ്ങൾ മാറ്റി വെച്ച് ചിന്തിക്കുക. അതായത് ഇവിടെ ഇപ്പൊ തന്നിട്ടുള്ള ഒരു സ്ട്രക്ചർ കണ്ടിന്യൂസ് ബീമാണ്. നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള പ്രോബ്ലങ്ങളിൽ ലാസ്റ്റ് നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മൾ എപ്പോഴും പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞ് കിട്ടുമ്പോൾ നമുക്ക് ഒരു സപ്പോർട്ട് മൊമെന്റുകൾ കിട്ടും അല്ലേ. നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ എയിൽ ഒരു മൊമെന്റ് ഉണ്ടാവും, ബിയിൽ ഒരു മൊമെന്റ് ഉണ്ടാവും, ചിലപ്പം സിയിൽ 0 ആയിരിക്കും. സി എന്ന് പറയുന്നത് എൻഡിൽ ആയതുകൊണ്ട് സിയിൽ 0 ആയിരിക്കും. ബട്ട് ബിയിൽ എപ്പോഴും നിങ്ങൾ മുന്നത്തെ പ്രോബ്ലംസ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ ലാസ്റ്റ് മൊമെന്റിന്റെ വാല്യൂ കണ്ടുപിടിച്ച് വരുമ്പോൾ സപ്പോർട്ട് ബിയിൽ, അതായത് നടുക്ക് വരുന്ന സപ്പോർട്ടുകളിൽ നമുക്ക് എപ്പോഴും മൊമെന്റ് കിട്ടാറുണ്ട്. കാരണം ഇതിപ്പം ഈ ഒരു സപ്പോർട്ട് റോളർ ആണെങ്കിലും ഇത് ടുഗദർ നിങ്ങൾ മൊത്തത്തിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ബീമാണ്. ഒരു കണ്ടിന്യൂസ് ബീമിന്റെ എ ബി എന്ന് പറയുന്ന സ്പാൻ എടുത്ത് നോക്കിയാൽ അത് നോക്കുക, ഇത് ഫിക്സഡ് ആയിരിക്കും ഇല്ലേ. അതല്ല നമ്മൾ ഫിക്സ്ഡ് മൊമെന്റ് ഒക്കെ കണ്ടത് ഫസ്റ്റിനകത്ത് സെപ്പറേറ്റ് ആയിട്ട്. അപ്പൊ അതിനർത്ഥം ബി എന്ന് പറയുന്ന സപ്പോർട്ടിൽ ഒരു മൊമെന്റ് ഉണ്ടാവുന്നുണ്ട് അല്ലെ. നമ്മൾ റോളർ സപ്പോർട്ട് എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു റിയാക്ഷനേ ഉള്ളൂ. ബട്ട് ടുഗദർ നമ്മൾ ഈ സ്ട്രക്ചർ അനലൈസ് ചെയ്യുമ്പോൾ ഇവിടെ ഇതെന്താ, ഒരു കണ്ടിന്യൂസ് ബീമാണ്. നമുക്ക് എ ബി എന്ന് പറയുന്നത് ഇവിടെ ഒരു റോളർ ആണെങ്കിലും ഡ്യൂ ടു ഇറ്റ്സ് കണ്ടിന്യൂറ്റി ഇവിടെ അടുത്ത മെമ്പർ കണ്ടിന്യൂ ആയിട്ട് പോകുന്നുണ്ട്. അത് കാരണം ഇവിടെ എന്താണ്, അത് ഫിക്സ്ഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഫിക്സ്ഡ് മൊമെന്റ് ഒക്കെ ആദ്യം കണ്ടത്. അപ്പൊ ഇവിടെ എന്താ, മൊമെന്റ് ശരിക്കും വരുന്നുണ്ട്. അപ്പൊ എനിക്ക് ഈ മൊമെന്റിനെ വേണമെങ്കിൽ റിമൂവ് ചെയ്യാം അല്ലെ. ആ മൊമെന്റിനെ റിമൂവ് ചെയ്താലും എനിക്ക് ഇതിനെ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഒരു മൊമെന്റ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാല്, മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, റെസിസ്റ്റൻസ് ടു റൊട്ടേഷൻ ആണ് അല്ലെ. റൊട്ടേഷനെ റെസിസ്റ്റ് ചെയ്യാനാണ് മൊമെന്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ റൊട്ടേഷൻ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ മൊമെന്റിനെ ഞാൻ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി അവിടെ എന്തുണ്ടാവും, റൊട്ടേഷൻ ഉണ്ടാവും. അപ്പം ഇവിടെ ഒരു റോളർ സപ്പോർട്ട്, ഇവിടത്തെ ഈ ഒരു മൊമെന്റിനെ ഞാൻ റിമൂവ് ചെയ്യാം. ഞാനിപ്പോ റിമൂവ് ചെയ്യാൻ പോകുന്നത് എം എ ആൻഡ് എം ബി. നിങ്ങൾക്ക് നോർമലി ഡൗട്ട് വരാം, ഇത് റോളർ സപ്പോർട്ട് അല്ലേ, ഇവിടെ മൊമെന്റ് ഇല്ലല്ലോ. അതിനാണ് ഞാൻ പറഞ്ഞത് ഇതെന്താ കണ്ടിന്യൂസ് ബീമാണ്. നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇതെന്താ ഒരു ഫിക്സഡ് ബീം ആയിട്ടാണ് വരാ. എ ബി എന്ന് പറയുന്ന ബീമിനെ കൺസിഡർ ചെയ്താൽ ഒബ്വിയസ്ലി ബിയിൽ ഒരു സപ്പോർട്ട് മൊമെന്റ് ഉണ്ടാവുന്നുണ്ട്. ആ മൊമെന്റ് എം ബി ആണ് ഞാൻ റിമൂവ് ചെയ്തിട്ടുള്ളത്. ആൻഡ് എം ബി റിമൂവ് ചെയ്തു, എം എ റിമൂവ് ചെയ്തു. അപ്പൊ എം എ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തായി, പിന്നെ ഹിഞ്ചായി. ദെൻ സിയിൽ എന്തുണ്ട്, റോളർ സപ്പോർട്ടും ഉണ്ട്.
ആൻഡ് ഇവിടുത്തെ മൊമെന്റ് ഈ എം ബിയിലെ മൊമെന്റിനെ റിമൂവ് ചെയ്യണു എന്ന് പറഞ്ഞാൽ അവിടെ റൊട്ടേഷൻ അലൗഡ് ആണ്. അതായത് ഈ ബിക്ക് അബൌട്ട് ആയിട്ട് റൊട്ടേഷൻ അലൗഡ് ആണ്. നമ്മൾ നേരത്തെ ഒരു ഇന്റേണൽ ഹിഞ്ച് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പറഞ്ഞു. അതായത് എവിടെയെങ്കിലും ഒരു മെമ്പർ അല്ലെങ്കിൽ ഒരു ബീമിന്റെയോ സ്ട്രക്ചറിന്റെയോ ഇന്റേണലി മെമ്പറിൽ റൊട്ടേഷൻ അലൗഡ് ആണെങ്കിൽ, അതായത് ഇവിടെ ഇപ്പം റൊട്ടേഷൻ അലൗഡ് ആണെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഇവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഇവിടെ റെസിസ്റ്റൻസ് ഒന്നും ഉണ്ടാവില്ല. ഇത് ചുമ്മാ ഇതുപോലെ ഇതൊരു മെക്കാനിസം എന്ന് പറയും നമ്മൾ. അതായത് റെസിസ്റ്റൻസ് ചെയ്യുന്ന സാധനത്തിന് സ്ട്രക്ചർ ഒന്നും നമ്മൾ ലോഡ് കൊടുത്താൽ അതിന് റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാതെ ഡിഫോം ചെയ്യുകയാണെങ്കിൽ അതൊരു മെക്കാനിസം ആണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താ, ഒരു ഇന്റേണൽ ഹിഞ്ച് ആണ്. ഇത് നിങ്ങൾക്ക് അറിയണ്ട, നിങ്ങൾ പ്ലാസ്റ്റിക് ഹിഞ്ചൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കും. ഓക്കെ, അപ്പം ഇതാണ് നമ്മള് എം ബി റിമൂവ് ചെയ്താൽ ഇവിടെ ഒരു ഇന്റേണൽ ഹിഞ്ച് ആണ് വരുന്നത്. ഇത് വീണ്ടും എന്താണ്, അൺസ്റ്റേബിൾ ആണ് ബട്ട് സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആണ് ഈ ഒരു സ്ട്രക്ചർ. അപ്പൊ ഇതുപോലെ നമുക്ക് മൂന്ന് തരത്തില് രണ്ട് പെയർ ഓഫ് റിഡൻഡന്റ് ഫോഴ്സുകളെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതില് ഞാൻ കാണിച്ചതേ ഉള്ളൂ മൂന്ന് തരത്തിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാന്നുള്ളത്. ഇവിടെ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് വി എ വി ബിയും വി സിയും യൂസ് ചെയ്തിട്ടാണ് ആസ് യൂഷ്വൽ. ബട്ട് അടുത്തൊരു പ്രോബ്ലത്തിൽ ഞാൻ എം എ എം ബി യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഇത് ഫസ്റ്റ് പ്രോബ്ലത്തിൽ വി ബിയും വി സി ആണ് എന്റെ റിഡൻഡന്റ് ഫോഴ്സുകൾ. ഇത് സെലക്ട് ചെയ്തതിലൊക്കെ ഇത് വരച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ക്ലിയർ ആണോ? എപ്പോഴും റിഡൻഡന്റ് ഫോഴ്സുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ റിമൂവ് ചെയ്ത് നമ്മൾ സ്ട്രക്ചർ വരച്ചു കഴിയുമ്പോൾ അത് ഡിറ്റർമിനേറ്റ് ആണോ എന്ന് നോക്കാം. അതാണ് നമുക്ക് മെയിൻ എയിം. ഡിറ്റർമിനേറ്റ് ആയാലേ പിന്നെ നമുക്ക് ഈ കോൺജുഗേറ്റ് ബീം മെത്തേഡ് ഒക്കെ യൂസ് ചെയ്ത് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് കേസ് എടുക്കുകയാണ്, വി ബിയും വി സി. എന്നിട്ട് വി ബി വി സി യൂസ് ചെയ്തിട്ട് നമ്മൾ ബാക്കി ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് കണ്ടുപിടിക്കാൻ പോകണം. അപ്പൊ സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്. ഇവിടെ ഡയറക്റ്റ്ലി നമ്മൾ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് കണ്ടുപിടിക്കുകയാണ്. നേരത്തെ പറഞ്ഞ മറ്റേ മെട്രിക്സ് എൽ ബൈ ഇ ഐ ഇൻറ്റു 2 -1 -1 2 ആ കൺസെപ്റ്റ് ഒന്നും ഇവിടെ വരുന്നില്ല. ഡയറക്റ്റ്ലി നമ്മൾ ഏതാണോ ലോഡ് കാരണം വരുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ F11 F12 എന്നൊക്കെ പറയുന്നത് എന്താണ്, ലോഡ് അപ്ലൈഡ് അറ്റ്, അതായത് ഡിഫ്ലക്ഷൻ അറ്റ് കോർഡിനേറ്റ് 1 ഡ്യൂ ടു ലോഡ് അപ്ലൈഡ് അറ്റ് കോർഡിനേറ്റ് 1, അങ്ങനെ ഒരു പ്രോബ്ലം ചെയ്ത് ഓർക്കുന്നില്ലേ ഒരു മെമ്പർ എടുത്തിട്ട്? ആ ഒരു സിമിലർ വേയിലാണ് ഇവിടെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് കണ്ടുപിടിക്കുന്നത്. ചെയ്തു വരുമ്പോൾ മനസ്സിലാവും. അപ്പൊ ആദ്യം ഞാൻ പറഞ്ഞു വി ബിയും വി സി ആണ് ഇവിടുത്തെ റിഡൻഡന്റ് ഫോഴ്സുകൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നോർമൽ കേസ് പോലെ തന്നെ ഈ വി ബിയും വി സി എന്ന് പറയുന്നത് എന്താ, സപ്പോർട്ട് റിയാക്ഷൻ. ആ സപ്പോർട്ട് റിയാക്ഷന്റെ സ്ഥാനത്ത് ഞാൻ യൂണിറ്റ് ലോഡ് അപ്ലൈ ആണ്. വി ബിയും വി സിയും യൂണിറ്റ് ലോഡ് ആയിട്ട് അപ്ലൈ ആണ്. വി ബിയെ ഞാൻ P1 വി സിയെ ഞാൻ P2 എന്നും വിളിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, അപ്ലൈ P1 equal to 1, യൂണിറ്റ് ലോഡ് ആയിട്ട് ആക്ട് ചെയ്യുക. ആൻഡ് P2 equal to 1 സക്സസീവ്ലി. നേരത്തെ നമ്മൾ എന്താ ചെയ്ത്, ബീറ്റ മെട്രിക്സ് ഒക്കെ കാണാൻ നേരം ഓരോ ലോഡ് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തു. ബട്ട് ഇവിടെ അങ്ങനെയൊന്നുമല്ല, നമ്മൾ റിഡൻഡന്റ് ഫോഴ്സുകൾ കണ്ടുപിടിക്കുക, അത് രണ്ടിനും ഒരുമിച്ച് അങ്ങ് അപ്ലൈ ചെയ്യാം. ദെൻ compute displacement in coordinates, in the direction of coordinates. ഇവിടെ ഏതൊക്കെയാ കോർഡിനേറ്റ് എന്ന് പറയുന്നത്? ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിന്റെ ഇവിടെ നടുക്ക് ബി സി. ഇവിടെയാണ് ഞാൻ P1 എന്ന് പറയുന്ന ലോഡ്, ഇവിടെയാണ് P2 എന്ന് പറയുന്ന ലോഡിനെ അപ്ലൈ ചെയ്യുന്നത്. ഈക്വൽ ടു 1 ഈക്വൽ ടു 1. അപ്പൊ ഇതാണ്, അതായത് ഫസ്റ്റ് റിഡൻഡന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അപ്വേർഡ് ഡയറക്ഷനിൽ ഒരു ലോഡ്. ഇതാണ് എന്റെ കോർഡിനേറ്റ് 1. ആൻഡ് P2, അതായത് റിഡൻഡന്റ് നമ്പർ 2. റിഡൻഡന്റ് ഫോഴ്സ് P2 എന്ന് പറയുന്നത് യൂണിറ്റ് വാല്യൂ കൊടുത്തിട്ട് അതെന്താ അപ്വേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കോർഡിനേറ്റ് നമ്പർ 2. കോർഡിനേറ്റ്സ് എന്താണെന്നൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് ഓർക്കുന്നുണ്ടല്ലോ എല്ലാവരും. അപ്പൊ ഇതാണ് കോർഡിനേറ്റ് 1, ഇതാണ് കോർഡിനേറ്റ് 2. ഇനിയിപ്പോ നമുക്ക് ഈ ലോഡ് കാരണം P1 കാരണം ഇവിടെ ഒരു 1ൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ട്, 2ൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നു. സിമിലർലി P2 കാരണം
2-ലും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ട്, 1-ലും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമ്മളെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതിന്റെ ഓർഡർ എന്താ? F11, F12, F21 ആൻഡ് F22. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ആദ്യം ഈ മൊഡ്യൂളിന്റെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പ്രോബ്ലം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് F11 എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ കോർഡിനേറ്റ് 1 ഡ്യൂ ടു ലോഡ് അപ്ലൈഡ് അറ്റ് കോർഡിനേറ്റ് 1. അതായത് ഇവിടെ കോർഡിനേറ്റ് 1 എന്ന് പറയുന്നത് അപ്പോ ഡയറക്ഷനിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ്, അതായത് 1-ൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് ഡ്യൂ ടു ലോഡ് അപ്ലൈഡ് അറ്റ് 1. 1-ൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ 1-ൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ്. F12 എന്ന് പറയുന്നതോ ഫസ്റ്റ് ഇതിൽ രണ്ട് F11 എന്ന് പറയുന്നതിൽ ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് നമ്പർ ഡിനോട്ട് ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെന്റും സെക്കൻഡ് നമ്പർ എവിടെയാണ് ലോഡ് എന്നുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ രണ്ട് കോർഡിനേറ്റും 1-ലാണ്. ദെൻ F12 എന്ന് പറയുമ്പോൾ 1-ൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ഡ്യൂ ടു ലോഡ് അറ്റ് കോർഡിനേറ്റ് 2. ആൻഡ് F21 എന്ന് പറയുന്നത് 2-ൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ഡ്യൂ ടു ലോഡ് അറ്റ് 1. ആൻഡ് F22 എന്ന് പറയുന്നത് ലോഡ് അറ്റ് 2, സോറി ഡിസ്പ്ലേസ്മെന്റ് അറ്റ് 2 ഡ്യൂ ടു ലോഡ് അറ്റ് 2. ഇത്ര കാര്യങ്ങൾ. ഇനി നമുക്ക് കോൺജുഗേറ്റ് ബീം മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? F12, F11 എല്ലാ വാല്യൂസും കണ്ടുപിടിക്കണം. പിന്നെ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുണ്ടായി. ഇതെന്താ? ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെന്റ്സിന് ഒഴിച്ച് ബാക്കി ഇപ്പോ F12 ഈക്വൽ ടു F21 ആയിരിക്കും. ഇതിപ്പോ ഒരു 3x3 മെട്രിക്സ് ആണെങ്കിൽ F13 ഈക്വൽ ടു F31, F23 ഈക്വൽ ടു F32, അങ്ങനെ. അതായത് ട്രാൻസ്പോസ് ഈക്വൽ ടു അത് സെയിം മെട്രിക്സ്. അപ്പൊ സിമെട്രിക് മെട്രിക്സ് ആണെന്നുള്ളത് മനസ്സിൽ വെക്കുക. അതായത് ഇപ്പൊ നമുക്ക് F12 കിട്ടിയാൽ അതിന് ഈക്വൽ ആയിരിക്കും F21. ഓക്കെ, അപ്പൊ നമുക്ക് 3 കണ്ടുപിടിച്ചാൽ മതി, എളുപ്പമായില്ലേ? ഇനിയിപ്പോ ഞാൻ ഇതിനെ ഓരോന്നിനെ വെച്ചിട്ട് ഈ എലമെന്റ്സ് കണ്ടുപിടിക്കാൻ പോവാണ്. ആദ്യം ഞാൻ എടുക്കുന്നത് P1-നെയും P2-നെയും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വരച്ച് കാണിക്കാം. എന്നിട്ട് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കാണുമ്പോൾ ഒരുമിച്ച് കാണാം. കോൺജുഗേറ്റ് ബീം വരയ്ക്കുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുന്നതാവും നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട്. ദെൻ ഇവിടെയാണ് P1. P1ന്റെ വാല്യൂ 1 ആണ്. ആൻഡ് ഈ ഒരു കാന്റിലിവർ ബീമിൽ ഇത് സ്പാൻ 5 മീറ്റർ, സോറി 10 മീറ്റർ, ഇത് 10. കോർഡിനേറ്റ് 2 എന്ന് പറയുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഒരു യൂണിറ്റ് ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഡിഫ്ലക്ഷൻ പ്രൊഫൈൽ എങ്ങനെയുണ്ടാവും? ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈ ഫിക്സഡ് എൻഡിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. ഇങ്ങനെയായിരിക്കും ഇതിന്റെ ഡിഫ്ലക്ഷൻ വരിക. ഇവിടെ വരെ ഒരു പാരാബോളിക് പ്രൊഫൈൽ ആയിരിക്കും, ഇല്ലേ? പിന്നെ ഈ ലോഡ് ആക്ട് ചെയ്യുന്ന വരെ ഇതിങ്ങനെ പോകും. പിന്നെ ഈ ഒരു മെമ്പറിൽ ലോഡോ ആക്ട് ചെയ്യുന്നില്ല. അപ്പൊ പിന്നെന്താ? ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇത് പരാബോളിക് ആയിരിക്കും, ഇത് ലീനിയർ ആയിരിക്കും. അതായത് നമ്മള് മെമ്പറിൽ ഫിക്സഡ് എൻഡ് എന്ന് പറയുന്നിടത്ത് റൊട്ടേഷൻ എന്താണ്? 0 ആണ്. അപ്പൊ ഇവിടുന്ന് നേരെ ഒരു ലോഡ് അപ്ലൈ ചെയ്താൽ ഡയറക്ട്ലി ഇത് ഇതുപോലെ ഡിഫ്ലക്ട് ചെയ്യില്ല. ഇവിടെ എന്താ? ഒരു കർവ് ഉണ്ടാവും. കർവായിട്ടേ ഇത് പോവുള്ളൂ. ദെൻ 1 വരെ ലോഡ് ആക്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ ഈ ഒരു പോർഷൻ എന്താണ്? ഓവർഹാങ് പോർഷൻ ആണ്. ആ ഒരു പോർഷൻ ആസ് സച്ച് അതുപോലെ തന്നെ നിൽക്കും. അപ്പൊ ഇവിടെ വരെ ഒരു എന്താ പറയാ കർവ്ഡ് പോർഷൻ ആയിരിക്കും. ദെൻ നേരെ ബാക്കിയുള്ള പോർഷൻ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഡിഫ്ലക്ഷൻ അല്ല കണ്ടുപിടിക്കേണ്ടത്. കോൺജുഗേറ്റ് ബീം നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതന്നെ അല്ലെങ്കിൽ നോക്കുക, ഇതിപ്പോ ഒരു ലോഡ് ആക്ട് ചെയ്യാല്ലേ? ഇത് നിങ്ങൾ കാന്റിലിവർ ബീം, നിങ്ങൾ ഓരോ ലോഡ് ആക്ട് ചെയ്യുമ്പം എത്രയാണ് ഡിഫ്ലക്ഷൻ എന്നുള്ളതിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് ഡയറക്ട്ലി, ഇല്ലേ? ഒരു കാന്റിലിവർ ബീമിന്റെ ഒരു എൻഡില് ലോഡ് W ആക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന പോയിന്റ് ലോഡ് ആണെങ്കിൽ ഡിഫ്ലക്ഷന്റെ വാല്യൂ എന്താണ്? W × L³/3ai, അല്ലെ? L എന്ന് പറയുന്നത് എവിടെ വരെയാണോ ലോഡ് ആക്ട് ചെയ്യുന്നത് അവിടുത്തത്.
ദെൻ ഇതിൽ ഇപ്പൊ ഒരു യു ഡി എൽ ആണ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന മാക്സിമം ഡിഫ്ലക്ഷൻ എത്രയാ? WL⁴/48 അല്ലേ? ഇങ്ങനെ ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സിമിലർലി ഇവിടെ ഇപ്പൊ ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ഡിഫ്ലക്ഷന്റെ വാല്യൂ അറിയാം. തീറ്റയുടെ വാല്യൂ എന്താണ്? റൊട്ടേഷൻ. ഇവിടെ റൊട്ടേഷൻ ഉണ്ടാവുന്നുണ്ട്. മാക്സിമം റൊട്ടേഷൻ ഓർ സ്ലോപ്പ് എന്ന് പറയുന്നത് എവിടെയാണ്? ഫിക്സഡ് എൻഡിൽ റൊട്ടേഷൻ 0 ആയിരിക്കും അല്ലേ? അപ്പൊ ഫ്രീ എൻഡിൽ റൊട്ടേഷൻ മാക്സിമം, അതിന്റെ വാല്യൂ WL²/2EA. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയില്ലെങ്കിൽ ഇത് നല്ലോണം മനസ്സിലാക്കി വെക്കുക. ഇത് എല്ലായിടത്തും യൂസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്, ഗേറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർ പ്രത്യേകിച്ച്. ദെൻ അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ കാന്റിലിവർ ബീമിന്റെ പോയിന്റ്, ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ ആണ് ഞാൻ ഇവിടെ Δ1 റെപ്രസെന്റ് ചെയ്യാണ്. ദെൻ ഈ ലോഡ് കാരണം 2ൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷനെ ഞാൻ Δ2 എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആയി വിചാരിക്കുന്നു. ദെൻ അപ്പൊ ഈ Δ1 എന്ന് പറയുന്നത് എന്തായിരിക്കും? Δ1 എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ അറ്റ് കോർഡിനേറ്റ് 1 ഡ്യൂ ടു ലോഡ് അറ്റ് കോർഡിനേറ്റ് 1 അല്ലേ? അതെന്ന് പറയുന്നത് സിമിലർ ഈക്വൽ ടു F11 അല്ലേ? F11 എന്ന് പറയുന്നത് എന്താ? ഡിഫ്ലക്ഷൻ അറ്റ് 1 ഡ്യൂ ടു ലോഡ് അറ്റ് 1. ഇനി Δ2 എന്ന് പറയുന്നത് എന്താ? F21 ആയിരിക്കും, അതായത് ഡിഫ്ലക്ഷൻ അറ്റ് 2 ഡ്യൂ ടു ലോഡ് അറ്റ് 1. ഓക്കെ, അപ്പൊ നമുക്ക് ഈ Δ1 കാണണം, Δ2 കാണണം. Δ1ന്റെ വാല്യൂ ഡയറക്ട്ലി എന്ത് വന്നു? ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? WL³/3A. നോക്കുക, കാന്റിലിവർ അതിന്റെ ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റിന് അബൌട്ട് ആയിട്ടുള്ള ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ W×L³/3A. അത് കിട്ടും. ഇനി നമുക്ക് Δ2ന്റെ വാല്യൂ കിട്ടണമെങ്കിൽ, അതായത് ഈ Δ2ന്റെ വാല്യൂ കിട്ടണമെങ്കിൽ ഇത് ലോഡ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. ഇവിടെ വരെയുള്ള ഡിഫ്ലക്ഷൻ ആണ് നമുക്കറിയാവുന്നത് WL³/3A. ബാക്കി ഇത്രയും ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് ഇതൊരു ട്രയാങ്കിൾ അല്ലേ, ട്രയാങ്കിൾ പോർഷൻ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടുത്തെ തീറ്റ അറിഞ്ഞാൽ, ഈ തീറ്റ ഈക്വൽ ടു ഈ തീറ്റ നമുക്ക് കിട്ടിയാൽ തീറ്റ ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ചെയ്താൽ നമുക്ക് ഈ ഓർഡിനേറ്റ് കിട്ടും ഇല്ലേ? ടാൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇതെന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ ആയിരിക്കും, ഡിവൈഡഡ് ബൈ ഈ ലെങ്ത്. ഈ തീറ്റ എന്ന് പറയുന്നത് വളരെ ചെറിയ വാല്യൂ ആയിരിക്കും, കാരണം സ്ലോപ്പ് അല്ലേ. അപ്പൊ നമുക്ക് ഇത് തീറ്റ ഈക്വൽ ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പം തീറ്റ ഇൻറ്റു അപ്പൊ ഇവിടുത്തെ ഡെൽറ്റ കിട്ടണമെങ്കിൽ ഡെൽറ്റ ഈക്വൽ ടു ഡയറക്ട്ലി തീറ്റ ഇൻറ്റു എൽ ചെയ്താൽ മതി. അതായത് ഈ തീറ്റ ഇൻറ്റു ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള സ്പാൻ. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് ഞാൻ വരച്ച് കാണിച്ചത്. ഇതാണ് നമുക്കറിയാവുന്ന WL³/3A. അതെവിടെ? ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റ് വരെ. നമുക്ക് ഇവിടെ വരെ ഉള്ളൂ ഡിഫ്ലക്ഷൻ. പിന്നെ ഈ ഒരു മെമ്പർ ആസ് സച്ച് ജസ്റ്റ് ഇൻക്ലൈൻഡ് ആയിട്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നിൽക്കുകയാണ്. അപ്പം ഇവിടെ നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തൊട്ട് ഇവിടെ വരെ WL³/3A ആണ്. ദെൻ ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ, ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് തീറ്റ ഇൻറ്റു എൽ ആയിരിക്കും. തീറ്റ എന്ന് പറയുന്നത് ഈ തീറ്റ ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 1ൽ ഉണ്ടാവുന്ന സ്ലോപ്പ് ആണ്, റൊട്ടേഷൻ ആണ് അല്ലെ? അതിന്റെ ഇക്വേഷൻ എന്താണ്? തീറ്റ അറ്റ് എ ബി ആൻഡ് സി. തീറ്റ അറ്റ് ബി ഇൻറ്റു എൽ എന്ന് പറയുന്നത് ഈ ലെങ്ത്, അതായിരിക്കും ഈ ഒരു ഓർഡിനേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പം ഇത് ഇവിടെ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ പ്ലസ് ഈ ഡിഫ്ലക്ഷൻ ചെയ്താൽ നമുക്ക് ഫ്രീ എൻഡിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ കിട്ടും. അപ്പൊ തീറ്റ ബി എന്ന് പറയുന്നത്, തീറ്റ ബിയുടെ വാല്യൂ എന്താണ്? WL²/2EA. തീറ്റ അറ്റ് ബി ആണ് ഈ തീറ്റ എന്ന് പറയുന്നത് വരുന്നത്. അതേ ഇൻറ്റു ഈ ഒരു ഡിസ്റ്റൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓർഡിനേറ്റ് കിട്ടും. ടാൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ടാൻ തീറ്റ വളരെ സ്മോൾ വാല്യൂ ആകുമ്പോൾ നമുക്ക് തീറ്റ ഈക്വൽ ടു ലെങ്ത് ബൈ
സോറി ഓർഡിനേറ്റ് ബൈ ലെങ്ത് എന്ന് പറയാം. അവിടെ നിന്ന് നമുക്ക് തീറ്റ ബി ഇൻറ്റു ലെങ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിഫ്ലക്ഷൻ കിട്ടും. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ടോട്ടൽ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിഫ്ലക്ഷൻ അറ്റ് സി എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ അറ്റ് ബി അതല്ലേ ഡബ്ല്യു എൽ ക്യൂബ് ബൈ ഇ ഐ, ഡബ്ല്യു എൽ ക്യൂബ് ബൈ ഇ ഐ പ്ലസ് തീറ്റ ബി ഇൻറ്റു എൽ. തീറ്റ ബി ഇൻറ്റു എൽ. ഇത് ജസ്റ്റ് ഞാൻ ഈ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നതെന്നുള്ളതിന്റെ ഡെറിവേഷൻ പറയുന്നതാണ്. പ്രോബ്ലത്തിൽ ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് ഇക്വേഷൻ തന്നെ നിങ്ങൾ ഓർത്ത് വെക്കുക. ദെൻ ഇതിന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. തീറ്റ ബിയുടെ വാല്യൂ ഡബ്ല്യു എൽ ക്യൂബ് ബൈ 3EI പ്ലസ് ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 2EI ഇൻറ്റു എൽ. ഇവിടെ നോക്കുക, ഇവിടെ നമ്മള് സ്പാൻ എന്ന് പറയുന്നത് 10ഉം 10ഉം ആണ് അല്ലെ? അതായത് ഈക്വൽ സ്പാനിലാണ് രണ്ട് സ്പാനും. അതായത് ലോഡ് ആക്ട് ചെയ്യുന്നത് കറക്റ്റ് മിഡ് പോയിന്റിലാണ്. സപ്പോസ് ഈ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നത് എ എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിലാന്ന് വെക്കുക. അതായത് ടോട്ടൽ ലെങ്ത്, ഈ മെമ്പറിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എൽ ആണ്. ഈ ബീമിന്റെ ടോട്ടൽ ലെങ്ത് എൽ ആണ്. എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഫിക്സഡ് എൻഡിൽ നിന്ന് എ എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിലാണ് ഈ ലോഡ് ആക്ട് ചെയ്യുന്നത്, ഡബ്ല്യു എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്യുന്നത് എങ്കിൽ ഇവിടുത്തെ ഡിഫ്ലക്ഷന്റെ വാല്യൂ എന്ന് തോന്നുന്നു ഡബ്ല്യു എ ക്യൂബ് ബൈ 3EI എന്ന് വന്നു. മനസ്സിലാവുന്നുണ്ടല്ലേ നിങ്ങൾക്ക്? തീറ്റ ബിയുടെ വാല്യൂ ഡബ്ല്യു എ ക്യൂബ് ബൈ 3EI വന്നു. കാരണം ഇവിടെ വരെയാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എ. അപ്പൊ ഡബ്ല്യു എ ക്യൂബ് ബൈ 3EI. അവിടുത്തെ സ്ലോപ്പിന്റെ വാല്യൂ, സോറി ഡിഫ്ലക്ഷൻ കേട്ടോ, ഇവിടുത്തെ സ്ലോപ്പിന്റെ വാല്യൂ വരുമ്പോൾ എത്ര? ഡബ്ല്യു എ സ്ക്വയർ ബൈ 2EI വന്നു. ഓക്കെ അല്ലേ? ഇവിടത്തെ സ്ലോപ്പ് ആണ് തീറ്റ ബി ആണിത്. തീറ്റ ബി എന്ന് പറയുന്നത് ബി വരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് എ. അപ്പൊ ഡബ്ല്യു എ സ്ക്വയർ ബൈ 2EI. അപ്പൊ ഇതിൽ ഞാൻ എല്ലിന് പകരം എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇത് എ ആണെന്നറിയാം, ഇവിടെ തൊട്ട് ഇവിടെ വരെ എ ആണെന്നറിയാമെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ടോട്ടൽ സ്പാൻ എൽ ആണ്. അപ്പൊ എൽ മൈനസ് എ ആയിരിക്കും ഈ ബാക്കിയുള്ള ഡിസ്റ്റൻസ്. അപ്പൊ തീറ്റ ബി ഇൻറ്റു എൽ മൈനസ് എ ആയിരിക്കും ഈ ഒരു ഡിസ്റ്റൻസ് വരിക. നമ്മൾ ഇപ്പൊ തന്നിട്ടുള്ള പ്രോബ്ലത്തിൽ ഈക്വൽ ആയതുകൊണ്ടാണ് ഞാൻ ആ എൽ കാണിച്ചത്. ഇപ്പൊ നമുക്ക് ജനറൽ കേസിന് എങ്ങനെയാണ് ആ ഫോർമുല വരാന്ന് അറിയാം. അപ്പൊ ആ ഫോർമുല നിങ്ങൾ പഠിച്ചു വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്റെയും എല്ലിന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് മനസ്സിലായില്ലേ? ഡെൽറ്റ അറ്റ് സി ഈക്വൽ ടു ഡെൽറ്റ അറ്റ് ബി, അതാണ് ഈ ഇത്, പ്ലസ് തീറ്റ അറ്റ് ബി ഇൻറ്റു ഈ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എൽ മൈനസ് എ. ഡെൽറ്റ ബി എന്ന് പറയുന്നത് ഡബ്ല്യു എ ക്യൂബ് ബൈ 3EI പ്ലസ് തീറ്റ ബി എന്ന് പറയുന്നത് ഡബ്ല്യു എ സ്ക്വയർ ബൈ 2EI ഇൻറ്റു എൽ മൈനസ് എ. ഇനി ഇതിനെനിക്ക് സോൾവ് ചെയ്യാനായിട്ട് ഞാൻ ഡബ്ല്യു എ സ്ക്വയർ ബൈ EIനെ പുറത്തെടുക്കാം. സോറി, ഇതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഡബ്ല്യു എ ക്യൂബ് ബൈ 3EI പ്ലസ് ഡബ്ല്യു എ സ്ക്വയർ എൽ ബൈ 2EI മൈനസ് ഇതിനെ ഞാൻ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓക്കെ, ഡബ്ല്യു എ സ്ക്വയർ ഇൻറ്റു എന്ന് പറയുമ്പോൾ ഡബ്ല്യു എ ക്യൂബ് ബൈ 2EI. ഈ ഒരു ഇക്വേഷനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടും. ഇത് എനിക്ക് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പം മൈനസ് ഡബ്ല്യു എ ക്യൂബ് ബൈ 6EI എന്ന് വരും പ്ലസ് ഡബ്ല്യു എ സ്ക്വയർ എൽ ബൈ 2EI. ഇതിൽ നിന്ന് ഞാൻ എന്ത് പുറത്തെടുക്കുകയാണ്? ഡബ്ല്യു എ സ്ക്വയർ ബൈ 2EI പുറത്തെടുക്കുകയാണ്. ഡബ്ല്യു എ സ്ക്വയർ ബൈ 2EI പുറത്തെടുത്താൽ ഡബ്ല്യു എ സ്ക്വയർ ബൈ 2EI പുറത്തെടുത്താൽ ഇവിടെ മൈനസ് എ ബൈ 3 വരും അല്ലേ?
ഇവിടെ എന്ത് വരും? L വരും. L മൈനസ് ഇവിടെ A/3 പുറത്ത് വരും. ഇതാണ് ഡെൽറ്റ സിയിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഒത്തിരി സ്ഥലങ്ങളിൽ ഇത് ആവശ്യം വരും. ഇതിപ്പം നമ്മളെ ഈ ഒരു സബ്ജക്റ്റിൽ നിന്നല്ല, നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഗേറ്റ് കോമ്പറ്റീവ് എക്സാംസിനൊക്കെ പഠിക്കാൻ നേരം ഈ ഒരു ഇക്വേഷൻ വരും. അതായത് കേസ് എന്ന് പറയുന്നത് ഇതാണ്. ഒരു കാന്റിലിവർ ബീം, ഞാൻ അതിന് കാന്റിലിവർ ബീമിന്റെ ഫ്രീ എൻഡിലാണ് ഈ ലോഡ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന മാക്സിമം ഡിഫ്ലക്ഷൻ ആണ് WL³/3EI. ബട്ട് ഇത് ഫ്രീ സ്പാനിലല്ല, ഇവിടെ എവിടെയെങ്കിലും ആണ്. എ എന്ന് പറയുന്ന ഒരു ലെങ്തിലാണ് ഈ ലോഡ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ഈ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ ആണ് WA³/3EI. ദെൻ ഫ്രീ എൻഡിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ആണ് ഇവിടെ തൊട്ട് ഇവിടം വരെ WA³/3EIയും ഇവിടെ തൊട്ട് ഇവിടെ വരെ എന്താണ് നമ്മളെ θB ഇൻറ്റു ഈ തീറ്റ ഇൻറ്റു ബാക്കിയുള്ള ഡിസ്റ്റൻസ്, അതായത് L-A. അപ്പം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താലാണ് ടോട്ടൽ ഡെൽറ്റ അറ്റ് ഫ്രീ എൻഡ് എന്ന് പറഞ്ഞ് കിട്ടുക. അപ്പൊ അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം ഡയറക്ട്ലി ഡിറൈവ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ് WA²/2EI ഇൻറ്റു L-A/3. എ എന്ന് പറയുന്നത് എത്ര മാറിയാണ് ഫിക്സ്ഡ് എൻഡിൽ നിന്ന് എത്ര മാറിയാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്, അതിനുള്ള ഇക്വേഷൻ ആണ് ഡെൽറ്റ സി. ഇത് ഞാൻ ഈ ഡെറിവേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഇനി അതല്ല ഇക്വേഷൻ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ ആയിരിക്കും എന്ന് ആ സമയത്ത് ചെയ്ത് പഠിച്ചാൽ മതി. ചെയ്ത് പഠിക്കാൻ എക്സാമിന് ടൈമൊന്നും ഉണ്ടാവില്ല. അതിലും ഭേദം ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കുകയാണ്. ഓക്കെ, ഇതിന്റെ ഡെറിവേഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് അപ്പം ഡെൽറ്റ ബിയിൽ ഉണ്ടാവുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ WL³/3EIയും ഡെൽറ്റ ഫ്രീ എൻഡിൽ ഉണ്ടാവുന്ന ഇക്വേഷൻ ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും. ഇനി ഇതിൽ ഡയറക്ട്ലി നമ്മൾ ആ ലോഡും ഡിസ്റ്റൻസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റയുടെ വാല്യൂ കിട്ടും. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഇത്ര നേരം ഞാൻ കാണിച്ചത് എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാനിത് മായ്ച്ചോട്ടെ. ഇത് പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? ഓൾറെഡി ചിലപ്പോൾ പഠിച്ചിട്ടുള്ള കാര്യമായിരിക്കാം. ഓക്കെ, ഇതാണ് അപ്പൊ ഇക്വേഷന്. ഇനി അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? എനിക്ക് ഇവിടുത്തെ ഇക്വേഷൻ കാണാനായിട്ട് WA³/3EIയും ഇവിടുത്തെ ഇക്വേഷൻ കാണാൻ WA²/2EI ഇൻറ്റു L-A/3. ഇതാണ് ഇക്വേഷൻ. ഇനി ഇത് ഇവിടെ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് ഒരു ലോഡും കൂടി ഇല്ലേ, ഒരു റിഡൻഡന്റ് ഫോഴ്സും കൂടി ഇല്ലേ, അതേതാണ് ഇവിടെ ഫ്രീ എൻഡില് ഒരു യൂണിറ്റ് ലോഡ്. അതിന് ഡയറക്ട്ലി നമുക്ക് എന്താണ് ഡിഫ്ലക്ഷൻ പ്രൊഫൈൽ വരിക? ഇതുപോലെ വരും അല്ലേ? അപ്പം ഇവിടെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കാര്യമൊന്നുമില്ല. ഡയറക്ട്ലി ഫ്രീ എൻഡിൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ WL³/3EI. നമുക്ക് ഇവിടുത്തെ ഡിഫ്ലക്ഷൻ അറിയണം, Δ1. ഇവിടുത്തെ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ Δ2. ഇത് കോർഡിനേറ്റ് 2ഉം ഇത് കോർഡിനേറ്റ് 1ഉം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിന്റെ ഓരോ വാല്യൂസ് ആണ്. F11, F12, F21 ആൻഡ് F22. F11 ആദ്യം ഞാൻ F11 കാണാണ്. F11 എന്ന് പറയുന്നത് ഈ ലോഡ് കാരണം ഇവിടെ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ. കോർഡിനേറ്റ് 1ൽ ലോഡ് ആക്ട് ചെയ്യുന്നു, അത് കാരണം കോർഡിനേറ്റ് 1ൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡബ്ല്യുവിന്റെ വാല്യൂ 1 ആണ്. 1 ഇൻറ്റു എ എന്ന് പറയുന്നത് എത്ര മാറിയാണ് ഫിക്സ്ഡ് എൻഡിൽ നിന്ന് എത്ര മാറിയാണ് ലോഡ് കിടക്കുക? എ എന്ന് പറയുന്നത് 10 10Q
10 cube by 3ei. എന്തോന്ന് വാല്യൂ? 1000 divided by 3ei വന്നു. Then F21 എന്ന് പറഞ്ഞാൽ 1 കാരണം ലോഡ് 1 കാരണം 2ൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ്. അതിന്റെ ഇക്വേഷൻ ആണ് WA² by 2EI into L minus A by 3. Wന്റെ വാല്യൂ 1 into A² divided by 2EI into L എന്ന് പറയുന്നത് ടോട്ടൽ L ആണ്, 20 minus 10 by 3. ഇതിന്റെ വാല്യൂ 2500 divided by 3EI എന്ന് വരും. F11 കിട്ടി, F21 കിട്ടി. ഞാൻ പറഞ്ഞു സിമെട്രിക് മെട്രിക്സ് ആണ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ്. F12 എന്ന് പറയുന്നത് ഇവിടത്തെയാണ്, കാരണം ഫ്ലെക്സിബിലിറ്റി ഡിസ്പ്ലേസ്മെന്റ് at 1 ഡ്യൂ ടു ലോഡ് അപ്ലൈഡ് at 2. അതാണ് ഇവിടുത്തെ ഫ്ലെക്സിബിലിറ്റി. ഇവിടുത്തെ ഡെൽറ്റ എന്ന് പറയുന്നത് F12 ആണ്. അത് ഈക്വൽ ടു F21 ആയിരിക്കും, കാരണം ഇത് സിമെട്രി മെട്രിക്സ് ആണ്. എനിക്ക് എഴുതാം F21 ഈക്വൽ ടു F12 എന്ന്. ഒരെണ്ണം നമുക്ക് കണ്ടുപിടിക്കാതെ വിടാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് F22 ആണ്. F22 എന്ന് പറയുന്നത് ഇവിടെ നിന്ന്, അതായത് 2ൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ 2ൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ. ഇക്വേഷൻ എന്താ? WL³ by 3A. Wന്റെ വാല്യൂ 1. L എന്ന് പറയുന്നത് ഇവിടെ എത്രയാ? ഫ്രീ എൻഡിലാണ്. ഫ്രീ എൻഡ് എന്ന് പറയുമ്പോൾ ടോട്ടൽ സ്പാൻ 20² divided by 3A. 20 ക്യൂബ് ആണ്. WL³ by 3A. അപ്പൊ 20 ക്യൂബ് എന്ന് പറയുമ്പോൾ 8000 divided by 3A. നമുക്ക് എന്ത് കിട്ടി? ഫ്ലെക്സിബിലിറ്റി മെട്രിക്സിന്റെ എല്ലാ എലമെന്റ്സും കിട്ടി. F ഈക്വൽ ടു F11 എന്ന് പറയുന്നത് 1000 divided by EI. F12 എന്ന് പറയുന്നത് F21 ഈക്വൽ ആണ് 2500 divided by 3EI. 3EI അല്ലേ. Then last element F22 8000 divided by 3EI. ഈ ഒരു സ്റ്റെപ്പ് കൊണ്ട് നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ഡെറിവേഷന്റെ ആ ഒരു ടൈം നിങ്ങൾ മനസ്സിൽ നിന്ന് വിടുക. ബാക്കി നോക്കുകയാണെങ്കിൽ നോക്ക്. ഇപ്പൊ നമ്മൾ എന്താ ഈ പ്രോബ്ലം തുടങ്ങിയിട്ട് ചെയ്തത്? ആകെ എന്താ പറയാ, ഇൻഡിറ്റർമിനൻസി കണ്ടു. ആ ഇൻഡിറ്റർമിനൻസിയുടെ ബേസിൽ രണ്ട് റിഡൻഡന്റ് ഫോഴ്സുകൾ കണ്ടുപിടിച്ചു. ഇവിടെ VBയും VC ആണ് റിഡൻഡന്റ് ഫോഴ്സ്. അതിന് യൂണിറ്റ് വാല്യൂ കൊടുത്തു. P1 ഈക്വൽ ടു 1ഉം P2 ഈക്വൽ ടു 1ഉം. അപ്പൊ P1 ഈക്വൽ ടു 1 ആവുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷനും ഇവിടെ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷനും കണ്ടുപിടിച്ചു. P2 1 ആവുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷനും സിയിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷനും കണ്ടുപിടിച്ചു. ദെൻ F11 എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് at 1 ഡ്യൂ ടു ലോഡ് at 1. F21 എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് at 2 ഡ്യൂ ടു ലോഡ് at 1. അങ്ങനെ ഓരോ ഡയറക്റ്റ് ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആ വാല്യൂസ് കിട്ടി. ആ വാല്യൂസ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് കിട്ടി. ഇപ്പൊ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് കിട്ടുകയാണ് ഒറ്റ സ്റ്റെപ്പിൽ. ഇനി ബാക്കി സ്റ്റെപ്പുകളുണ്ട്. 2 സ്റ്റെപ്പും കൂടെ കഴിഞ്ഞാൽ ഈ പ്രോബ്ലം എളുപ്പമാണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എവിടെയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാതെ ഉണ്ടോ? കീർത്തന, കേൾക്കുന്നില്ല? റുസ്നബി, പ്രസന്റ് വിളിച്ചതല്ല, ഇത് മനസ്സിലായോ? അത്ര ഉണ്ടപ്പോ ശ്രദ്ധിക്കുന്നത്. ഷാരോൺ, മനസ്സിലായി. ഷാരോൺ ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും എവിടെയെങ്കിലും? മനസ്സിലായി. ഓക്കെ, നിങ്ങൾ റെക്കോർഡ് ക്ലാസ് കേൾക്കുക, ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വീണ്ടും ചോദിക്കാം. ഓക്കെ, എക്സാം ഒക്കെ ഓഫ്ലൈൻ ആണെന്ന് അറിഞ്ഞല്ലോ അല്ലേ? ഓക്കെ, എന്നാല് എല്ലാരും ലീവ് ചെയ്തോളൂ.